പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിന്റെ യാത്ര, ജൈത്രയാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ സ്നേക് മാസ്റ്റർ ടീമിന്റെ കഴിഞ്ഞ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ ഈ ടീമിന്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര തിരുവനന്തപുരം ജില്ലയിലല്ല, കൊല്ലം ജില്ലയിൽ കടയ്ക്കലിനടുത്ത് ഒരു ചേട്ടന്റെ വീട്ടിൽ അടുക്കള സ്ലാബിനടിയിൽ ഒരു അതിഥിയെ കണ്ടു എന്ന് അദ്ദേഹം വിളിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും കറങ്ങി ചുറ്റി അദ്ദേഹത്തിന്റെ വീടിനടുത്തെത്തി. അദ്ദേഹത്തിന്റെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. എന്തായാലും നമുക്കിനി സമയം കളയാനില്ല. അതുമാത്രമല്ല, നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന അതിഥിക്കും ക്ഷമകെട്ട് കാണും, വീട്ടിലെ ചേട്ടനും ക്ഷമകെട്ട് കാണും. നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ പരിചയപ്പെടുത്താം. ആ സ്ഥലത്തേക്ക് യാത്രയാണ്. ഇവിടെയൊക്കെ കണ്ടുവരുന്നത് കാട്ടുപാമ്പ് എന്ന് പറഞ്ഞ സാധനമായിരിക്കും. കാരണം അതിവിടെയൊക്കെ ഈ റബ്ബറൊക്കെ ഉള്ളതുകൊണ്ടേ, മരങ്ങളൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്നത് റൂറൽ ഏരിയ അല്ലേ, അപ്പോൾ അതായിരിക്കാണ് സാധ്യത. തല ചെറിയൊരു സാധനം ഇങ്ങനെ മടങ്ങിയിരിക്കുന്നു അല്ലേ, ഇത് തന്നെയല്ലേ, അതായിരിക്കുന്നു സാധ്യത. അതിനകത്തല്ലേ അവിടെ എന്തായാലും ഈ വീടിനകത്ത് അറിയാം, നമുക്ക് സാധാരണ ഒരു കൊച്ചു വീടാണ്. ചെറിയ ഒരു പാമ്പിനെ കണ്ടുവെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ തയ്യൽക്കടയാണ്. അദ്ദേഹം തയ്യൽക്കടയിൽ ആരുടെയോ ഷർട്ട് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ അമ്മ വിളിച്ചു പറഞ്ഞത് പാമ്പ് കണ്ടുവന്നു. എന്തായാലും അദ്ദേഹം വെട്ടിയ ഷർട്ടിന് അളവ് മാറിപ്പോയെന്ന് നമുക്കറിയില്ല. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. ഈ റൂമിനകത്താണ് അതിഥിയെ കണ്ടു, ഈ വർക്കരിക്കകത്താണ് അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം ആ അതിഥി എവിടെയാണ് ഇരിക്കുന്ന, ആരാണ്. കണ്ടു അതിഥിയെ. വലിയ രാജവെമ്പാല അല്ല, ചെറിയ മൂർഖൻ അല്ല, നമ്മുടെ അമ്മമാരുടെ, ഇവിടുത്തെ അമ്മയുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ആയ, വീടുകളുടെ പരിസരത്ത് നിത്യ സന്ദർശകൻ എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞൻ ചേര. അദ്ദേഹമാണ് ഈ ഇരിക്കുന്നത്. നോക്കാണ് നമ്മുടെ പ്രേക്ഷകർ കാണട്ടെ നമ്മുടെ അതിഥിയെ. ചേര. അദ്ദേഹത്തിന്റെ വയറ്റില് എലിയാണ്. ഈ എലിയെ പിടിക്കാനായിരിക്കാം അല്ലെങ്കിൽ തവളയായിരിക്കാം, ഈ രണ്ടിലേതെങ്കിലും ഒരു ആളായിരിക്കും ഇദ്ദേഹത്തിന്റെ വയറ്റിൽ കിടക്കുന്നത്. ഈ കണ്ട കുഞ്ഞൻ ചേരയുടെ വയറ്റിൽ അമ്മയുടെ കൂട്ടുകാരിയാണ്, ഫീമെയിൽ പെൺ ചേരയാണ്. അദ്ദേഹത്തിന്റെ വയറ്റിൽ എലിയാണോ തവളയാണോന്ന് അറിയില്ല. എന്തായാലും എനിക്ക് തവളയാണെന്നാണ്, കാലിന്റെ ഭാഗം തള്ളി പ്രൊജക്ട് ചെയ്ത വയറ്റിലോട്ട് നിൽക്കുന്നു. തവളയാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ വയറ്റിൽ. എന്തായാലും നമ്മുടെ ഈ ഇവിടുത്തെ വീട്ടിലെ അമ്മയുടെ കൂട്ടുകാരി, അമ്മയ്ക്ക് ഇവിടെ ഈ വീട്ടിൽ ചേട്ടൻ ജോലിക്ക് കഴിഞ്ഞാൽ മക്കൾക്ക് പിന്നെ അമ്മയ്ക്ക് കൂട്ടില്ല. ആ അമ്മയ്ക്ക് കൂട്ടായി വന്ന ഈ കുഞ്ഞൻ ചേരയെ നമുക്കെടുത്ത് പുറത്ത് കൊണ്ടുപോയി ഈ സ്ഥലത്ത് തന്നെ നമുക്ക് തുറന്നുവിടാം. അപ്പൊ നമ്മുടെ ദൗത്യം ഇവിടെ കഴിയും. എന്തായാലും ഇന്നത്തെ യാത്ര ഐശ്വര്യത്തിന്റെ യാത്രയാണ്. കാരണം നമ്മുടെ ടീം ഒരുമിച്ച് സഞ്ചരിച്ചിട്ട് ഏകദേശം 3-4 ദിവസമായി. അതിനുശേഷം ആദ്യത്തെ യാത്രയാണ്. ഈ ആദ്യത്തെ യാത്രയിൽ ആദ്യമായി കിട്ടിയ അതിഥി, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാൻ വന്ന അതിഥി, 1.5 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു കുഞ്ഞുചേര, പെൺചേര, ഫീമെയിൽ ചേരയാണ്. അദ്ദേഹത്തിന്റെ വയറ്റില് പ്രഭാത ഭക്ഷണം ഉണ്ട്. തവളയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹത്തിന് നമ്മൾ പിടിച്ച് ദൂരെ ഒന്നും കൊണ്ടുവിടേണ്ട കാര്യമില്ല. കാരണം ഇത് റൂറൽ ഏരിയയാണ്. ഈ ചേട്ടന്റെ വീടിന്റെ ചുറ്റും ഈ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരത്തിൽ വീടുകളില്ല, ഒഴിഞ്ഞ പറമ്പാണ്. അപ്പോൾ ഇവിടുത്തെ വീട്ടിലെ അമ്മയുടെ കൂട്ടുകാരിയായ ഈ ചേരയെ നമ്മൾ പിടികൂടി. ഈ അമ്മയ്ക്ക് വീണ്ടും കൂട്ടായി ഈ ചേര ഇവിടെ തന്നെ ഉണ്ടാവട്ടെ. നമുക്ക് ഈ അതിഥിയെ ഇവിടെ തന്നെ തുറന്നുവിടാം. എന്നിട്ട് നമ്മുടെ
ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ഇദ്ദേഹത്തിനെ റിലീസ് ചെയ്താൽ നമ്മൾ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ചേട്ടന്റെ അഡ്രസ് എഴുതി വാങ്ങുക, അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഒത്തിരി ഒട്ടനവധി കോളുകൾ തിരുവനന്തപുരം ജില്ലയുടെ പല മേഖലയിലായിട്ട് നമുക്ക് കോളുകൾ വന്നിട്ടുണ്ട്. വളരെ ദൂരത്തിലൊരു ചരുവം, ഒരു വീട്ടിനകത്ത് കണ്ട പാമ്പിനെ ചരുവം വെച്ച് കമിഴ്ത്തി, ഒരു ബക്കറ്റ് വെച്ച് കമിഴ്ത്തി വെച്ച് കല്ല് വെച്ചിരിക്കുന്നു എന്ന് അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ അവറുകൾ വിളിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് വേറെ ഒരെണ്ണം വീട്ടിനകത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു. എന്തായാലും നമുക്ക് സമയം കളയേണ്ട, ഈ അതിഥിയെ തുറന്നുവിടാം. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ചേര അതിഥികളെ പരിചയപ്പെട്ടതാണ്. കേരളത്തിൽ ഒരിനം ചേര മാത്രമേ ഉള്ളൂ. ചേര എന്നറിയപ്പെടുന്ന, ഇംഗ്ലീഷിൽ റാറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന ഒരിനം ചേര മാത്രമേ ഉള്ളൂ. പക്ഷേ ഏഴോളം കളറുകളിൽ കേരളത്തിൽ ചേരകളെ കണ്ടുവരുന്നു. ഇപ്പോൾ ഈ കളർ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇവരൊക്കെ പാമ്പിനെ കുറിച്ച് അറിഞ്ഞിടാത്തവർ വിചാരിക്കും അത് മൂർഖനാണെന്നൊക്കെ തെറ്റിദ്ധരിക്കും. കാരണം നല്ല കറുത്ത കലർന്ന് വന്നിരിക്കുന്നു. എന്തായാലും ഈ അതിഥിയെ ഈ 2 വയസ്സിനകത്ത് മാത്രം, 2 വയസ്സിന് താഴെ മാത്രം പ്രായം വരുന്ന ഈ പെൺ ചേരയെ നമ്മൾ തുറന്നു വിടുകയാണ്. ഈ സ്ഥലത്ത് തന്നെ തുറന്നു വിടുകയാണ്. അദ്ദേഹം ഈ അമ്മയ്ക്ക് കൂട്ടായി, ഈ ചേട്ടൻ പോകുമ്പോൾ ഈ അമ്മയ്ക്ക് കൂട്ടായി ഈ പറമ്പിൽ തന്നെ ഉണ്ടാകും. നമ്മളെന്തായാലും സ്നേക് മാസ്റ്റർ ടീമിന്റെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം ബൈപ്പാസിനോട് ചേർന്നാണ്. ഇവിടെ ഒരു വീട്ടിൽ ഒരു സഹോദരി ഒരു പ്ലേറ്റ് എടുത്തപ്പോഴും അത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ഒരു അതിഥി തവളയെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സഹോദരിയെ കണ്ടപ്പോൾ അദ്ദേഹം തവളയെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയി അടുക്കളയ്ക്കകത്ത് പോയി പാത്രത്തിനടിയിൽ പതുങ്ങിയിരിക്കുന്നു എന്നാണ് പ്രിയ സുഹൃത്ത്, എൻ്റെ സുഹൃത്ത് ഓട്ടോയുടെ ഡ്രൈവർ അദ്ദേഹം പറഞ്ഞത്. നമ്മളെന്തായാലും ആ സ്ഥലത്തെത്തി. നമുക്ക് നോക്കാം ആ അതിഥി ആരാണ്, അദ്ദേഹം എവിടെയാണ് റെസ്റ്റ് എടുക്കുന്നത്. എന്തായാലും സമയം കണ്ട ഇതാണ് ആ വീട്. നമുക്ക് നോക്കാം ആ അതിഥി ആരാണ്. എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി. ഇതൊരു വർക്ക് ഏരിയയാണ്. ഒരു ചെറിയ കുഞ്ഞൻ തവളയെ പിടിച്ച്, തവള മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അത് മൂർഖൻ പാമ്പാവാനാണ് സാധ്യത. കാരണം തവളയ്ക്ക് മുറിവൊന്നുമില്ല, നന്നായിട്ട് ചെറിയ ബൈറ്റിൽ തന്നെ മരണപ്പെട്ട് കിടക്കും പോലെയാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് സമയം കളണ്ട, ഈ റൂമിനകത്തുള്ള സാധനങ്ങൾ നമുക്കൊന്ന് മാറ്റി നോക്കാം അതിഥി ആരാണ്. എന്തായാലും ഇദ്ദേഹം പറഞ്ഞത് ആ സൈഡിൽ കൂടെ പോയെന്നാണ്. പക്ഷെ അവിടെ നമ്മൾ വേസ്റ്റ് ഒന്നും മാറ്റിയിട്ട് തന്നെ കണ്ടില്ല. പക്ഷേ ഈ റൂമിലുള്ള ബാക്കി വേസ്റ്റ് എല്ലാം നോക്കിയിട്ട് തിരിച്ചും കൂടെ മറ്റൊരു അറ്റത്ത് വന്നപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു ഈ പോർഷൻ പണ്ട് അമ്മി വെച്ചിരുന്ന ഒരു സ്ഥലമാണ്. അതാ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഇതായിരിക്കുന്നു കൊച്ചു മൂർഖൻ. ഒരു കുഞ്ഞു മൂർഖനാണ് അദ്ദേഹം, അത്ര വലുതൊന്നുമല്ല. എന്തായാലും നമുക്ക് കാണാം അതിഥിയെ. ഇതാണ് ആ കുഞ്ഞ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം പെട്ടെന്ന് കഴിഞ്ഞു. അധികം സമയമൊന്നും എടുത്തില്ല. ഇവിടുത്തെ പ്രിയ സഹോദരി എന്തോ ഒരു സാധനം എടുക്കാനായിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഒരു അതിഥി തവളയും പിടിച്ച് ഓടി റൂമിനകത്ത് കയറി. എന്തായാലും നമ്മൾ വന്ന അധികം സ്ഥാനം മാറ്റുന്നതിന് മുന്നേ ആ അതിഥിയെ കിട്ടി. 1 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു മെയിൽ ആൺ മുറുക്കൻ പാമ്പിന്റെ കുഞ്ഞാണ്. ഏകദേശം ഒരു 3 അടിക്കകത്ത് മാത്രമേ നീളമുള്ളൂ. അദ്ദേഹത്തിന് കടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ 1 വയസ്സിനടുത്ത് പ്രായമുള്ള സർപ്പം എന്നറിയപ്പെടുന്ന മൂർഖൻ പാമ്പിന് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് മൂർഖൻ പാമ്പുകളെ പരിചയപ്പെട്ടു. ഇതിൽ വേറെ പ്രത്യേകതകളൊന്നും നമുക്ക് പറയാനില്ല. ഇതാണ് നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നവർ പാമ്പുകളെ മകുടി ഊതി പിടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയണം. കാരണം പാമ്പുകൾ മകുടിയുടെ മുന്നിൽ ആടുന്നത് നാദം കേട്ടിട്ടല്ല, ഇങ്ങനെ മകുടി ചലിക്കുന്നത് കൊണ്ടാണ് പാമ്പുകൾ ആടുന്നത്. മകുടി ചലിക്കുന്നത് കൊണ്ട് അതെപ്പോഴും അറിഞ്ഞിരിക്കുക. കടിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് അദ്ദേഹത്തിനുള്ളത്. എന്തായാലും ഒരു ചെറിയ ബോട്ടിൽ നമുക്ക് ഈ അതിഥിയെ ബോട്ടിലാക്കി ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത അതിഥിക്കായി പുതിയൊരു അതിഥി വെയിറ്റ് ചെയ്യുന്നു. ആ സ്ഥലത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഹോളൊക്കെ ഇടണം, എയർ ഫീസ് ഉണ്ടാക്കണം. പക്ഷെ അതൊക്കെ വണ്ടിയിൽ പോയിട്ട് എയർ ഹോളൊക്കെ ഉണ്ടാക്കാം. എന്തായാലും നമുക്ക് സമയം വേണ്ട, അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി യാത്ര ചെയ്യാം. എന്തായാലും ഞാൻ എൻ്റെ നാട്ടിലാണ് നിൽക്കുന്നത്.
തിരുവനന്തപുരത്ത് ശ്രീകാര്യം ചെറുവയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാരണം ഇവിടെ ഈ കാണുന്ന വീട്ടിൽ ഒരു 3-4 ദിവസം കൊണ്ട് എന്നെ വിളിക്കുന്നുണ്ട്, പാമ്പിനെ കാണുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ വരുമ്പോൾ അത് പാറക്കെട്ടിനകത്ത് കടന്നു പോകും. എന്തായാലും ഒരു അതിഥി വയറ് ഇങ്ങനെ മടക്കി വെച്ച് മാളത്തിനകത്ത് വയറ് വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. കിട്ടുമോ എന്നെനിക്കറിയില്ല. കാരണം പാറക്കെട്ടെ നമുക്ക് കൈ കടത്തി എടുക്കാൻ കഴിയില്ല. ആ വയറിൻ്റെ ഒരു അല്പം മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഞാൻ പാമ്പിനെ പിടിക്കുന്ന ഒരു ടൈപ്പ് ഹൂക്ക് എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തിനെ പറഞ്ഞയച്ച് അതെടുക്കാനായി പോയിരിക്കുകയാണ്. അത് വന്നാൽ നമുക്കൊന്ന് പതുക്കെ ഒന്ന് പിടിച്ചു, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിലില്ല. അങ്ങനെ ഒരു ശ്രമം നടത്താൻ മാത്രമേ കഴിയൂ. ചെറിയൊരു നല്ല ശരീരത്തിന് എന്തോ അപകടം പറ്റിയ അല്ലെങ്കിൽ ഒരു ടയേർഡ് ആയൊരു പാമ്പാണ്. നമുക്ക് ശ്രമിച്ച് നോക്കാം അതിഥിയെ കിട്ടുമോ എന്ന്. നമുക്കത് നോക്കാം. എന്തായാലും നമ്മൾ വന്നത് പാഴായില്ല. അതിഥി ഈ കാണുന്ന മാളത്തിലങ്ങനെ മടങ്ങിയിരിക്കുന്നുണ്ട്. നമുക്കൊരു ശ്രമം നടത്തി നോക്കാം. എത്ര കണ്ട് വിജയിക്കും എന്നെനിക്കറിയില്ല. നമുക്ക് കമ്പിയോ അല്ലെങ്കിൽ വളഞ്ഞ കമ്പിയോ എന്തെങ്കിലും വെച്ച് അതിനെ ഒന്ന് പിടിച്ച് അല്ലെങ്കിൽ കമ്പി വെച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നാൽ കഴിയും. കാരണം ഞാൻ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. അതിഥിയെ കണ്ട് ശരീരമൊക്കെ നല്ല ടയേർഡായ, ചട്ട പൊഴിക്കാറായ, സ്കിൻ ഷെഡ് ചെയ്യാറായ ഒരു ഫീമെയിൽ അതിഥിയുടെ ലക്ഷണമാണ് കാണുന്നത്. ഈ അതിഥിയെ പിടിക്കാനായി 3 പ്രാവശ്യം ഞാനിവിടെ വന്നു. നമുക്കെന്തായാലും ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നതല്ല. എന്നാലും ഇതൊരു ഹൂക്കല്ല, ഒരു കമ്പിയുടെ അഗ്രം വളഞ്ഞതാണ്. ഇത് ഈ മാളത്തിനകത്തായി, കരിങ്കലേറ്റിനകത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കൈയിട്ടിങ്ങ് എടുക്കാൻ പറ്റും. ഇതൊരു ശ്രമം നടത്തി നോക്കാമെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇത് വിജയിക്കണം എന്നില്ല. അപ്പം അതിനെ അധികം നമുക്ക് വേദനിപ്പിക്കാൻ കഴിയാത്തതിന് പതുക്കെ ഈ ഹൂക്ക് വെച്ച് അല്ലെങ്കിൽ ഈ അഗ്രം വളഞ്ഞ കമ്പി വെച്ച് ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച് നോക്കാം. കിട്ടുമോ എന്ന് എനിക്ക് 100%, 10% പോലും ഉറപ്പില്ല. നമുക്ക് നോക്കാം നമ്മുടെ അതിഥിയെ വേദനിപ്പിക്കാതെ പുറത്തേക്ക്. എന്തായാലും എന്നെ 2-3 ദിവസം മെനക്കെടുത്തിയ അതിഥിയെ നമ്മൾ പിടിച്ചു. അദ്ദേഹം പടം സ്കിൻ ഷെഡ് ചട്ട പൊഴിക്കുന്നു. അതുമാത്രം ഇദ്ദേഹത്തിന്റെ ദേഹത്തൊക്കെ എന്തോ മുറിവുണ്ട്. കാരണം എനിക്ക് സംശയം തോന്നുന്നത് ഇവിടെ ഏത് വീട്ടിൽ ഈ അതിഥി പോയി കടന്നു പോയപ്പോൾ ആരോ മണ്ണെണ്ണ ഒഴിച്ചിട്ട് പൊള്ളിയ ഒരു പാടാണ് ഈ കാണാൻ കഴിയുക. ഈ സ്കിന്നൊക്കെ അഴുകി നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ എനിക്കൊന്ന് മണ്ണെണ്ണ വീണിട്ട് അഴുകാനേ സാധ്യതയുള്ളൂ. പക്ഷെ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം ചാടി കടിക്കാനായി വരുന്നുണ്ട്. എന്തായാലും മറ്റൊരു പ്രത്യേകതയുള്ളത് കടിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതുപോലെ ഫീമെയിൽ പാമ്പാണ് ഇദ്ദേഹം. അതുപോലെ നമ്മുടെ നാട്ടിൽ പാമ്പുകളുടെ മാറ്റിംഗ് സമയം, ഇണചേൽ സമയമാണ് ഇപ്പോൾ. നവംബർ, ഡിസംബർ, ജനുവരി ആദ്യം വരെയൊക്കെ പാമ്പുകളുടെ മൂർഖൻ്റെ അണലിയുടെയൊക്കെ മാറ്റിംഗ് സമയമാണ്. എന്തായാലും നല്ല ദേഹത്ത് നന്നായിട്ട് മണ്ണെണ്ണ വീണ് പൊള്ളിയ പാടുണ്ട്. ഇദ്ദേഹത്തിന് നമുക്ക് അറിയാം, ഭയങ്കര സ്മെല്ലാണ്, നല്ല നാട്ടം. അതായത് ഈ സ്കിന്നിൽ മണ്ണെണ്ണ വീണ്ട ഏകദേശം ഒരു 2 ആഴ്ചയെങ്കിലും ആയി കാണും. അപ്പോൾ ആ വേദന അല്ലെങ്കിൽ ഈ സ്കിൻ പൊഴിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ദേഹത്തുള്ള മുറിവ് കരിഞ്ഞു പോകത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി മുറിവ് അല്ലെങ്കിൽ ആ സ്കിൻ ഷെഡ് ചെയ്യുമ്പോൾ വെയിൽ ആവശ്യമാണ്. അപ്പോൾ ആ വെയിൽ കൊള്ളാൻ വേണ്ടി കൂടെ വെളിയിലേക്ക് ഇറങ്ങി വരികയും തിരിച്ചതുപോലെ പെട്ടെന്ന് അകത്ത് കിടക്കുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം, ഈ വീടും ഈ പാമ്പിരുന്ന സ്ഥലവും തമ്മിൽ 10 അടി പോലും വ്യത്യാസമില്ല. ഇത് DR എടുക്കുക, പഞ്ചായത്ത് അല്ല കോർപ്പറേഷന്റെ മതിൽ, കോർപ്പറേഷൻ സർക്കാർ കെട്ടിയ മതിലാണ്. ഇവിടെ നിന്ന് ഒരു 100, 150, 200 അടി നീളത്തിന് ഈ മതിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ മതിലിനകത്ത് ഈ മാളത്തിൽ ഈ അതിഥി കയറി കഴിഞ്ഞാൽ ഈ 200 അടി അകത്തേക്ക് 200 അടി നീളത്തിലുള്ള മതിലിന്റെ അറ്റം വരെയും ഈ അതിഥിക്ക് പോകാൻ കഴിയും. അത്രയ്ക്ക് DR അടുക്കിയിരിക്കാം. അപ്പോൾ ഈ ഫീമെയിൽ അതിഥി ഇദ്ദേഹം കടിക്കാൻ ആണ് ശ്രമിക്കുക. കാരണം ഇദ്ദേഹത്തിന്റെ ശരീരം നല്ല ടയേർഡ് ആയതുകൊണ്ട്, നല്ല വേദനയുള്ളതുകൊണ്ട്, നല്ല പെയിൻ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു കടി, നേരത്തെ എന്റെ മുഖത്തിന് നേരെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു, അത് നേരെ അങ്ങ് മിസ്സായി പോവുകയാണ് ചെയ്തത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ചട്ട പൊഴിയണമെങ്കിൽ വെള്ളവും വേണം, ചൂടും വേണം.
അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അദ്ദേഹത്തിനെ ഒന്ന് തണുപ്പിക്കാം. ഇനി അദ്ദേഹത്തിന് ചട്ട പൊഴിഞ്ഞു പോകാൻ നല്ല എളുപ്പമായിരിക്കും. കണ്ടോ, പെട്ടെന്ന് ചട്ട പൊഴിഞ്ഞു പോകുന്നു. അത് നമ്മളെന്തായാലും ചട്ട പൊഴിക്കുന്നില്ല, കാരണം ദേഹത്ത് മുറിവുള്ളതുകൊണ്ട് ചട്ട പൊഴിപ്പിച്ചിട്ട് കാര്യമില്ല, താനേ അങ്ങ് പൊഴിഞ്ഞു പോട്ടെ. എന്തായാലും നമ്മൾ ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ ഈ വേദന അനുഭവിക്കുന്ന ഈ സാധു അതിഥിയെ, അല്ലെങ്കിൽ ഈ വേദന അനുഭവിക്കുന്ന ഈ നമ്മുടെ സ്പെട്ടിക്കിൾ ഗോപനെ, അല്ലെങ്കിൽ മൂർഖനെ, അല്ലെങ്കിൽ നാഗത്തെ, അല്ലെങ്കിൽ സർപ്പത്തെ, ഈ അതിഥിയെ നമ്മൾ അധികം വേദനിപ്പിക്കുന്നില്ല. അദ്ദേഹത്തെ നമ്മൾ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത അതിഥിക്കായി യാത്ര ചെയ്യേണ്ടതുണ്ട്. അടുത്ത അതിഥി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതല്ല, നമ്മളെ കാത്തിരിക്കുന്നത് കുറച്ചടുത്ത്, തൊട്ടടുത്ത് ഒരു 10 കിലോമീറ്ററിനടുത്ത് ഒരു വീട്ടിൽ ഉത്തരത്തിൽ ചുറ്റിയിരിക്കുന്നു എന്നാണ് ആ വീട്ടിൽ നിന്ന് കോള് വന്നത്. എന്തായാലും നമുക്ക് സമയം കളയാനില്ല. ആ അതിഥിയെ ഈ അതിഥിയെ ബോട്ടിലാക്കിയതിനു ശേഷം നമുക്ക് അടുത്ത അതിഥിക്കായി യാത്ര ആരംഭിക്കാം. എന്തായാലും നമ്മൾ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. 8 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു പെൺമൂർഖൻ പാമ്പിനെയാണ് നമ്മൾ പിടികൂടിയത്. അദ്ദേഹത്തിന്റെ ശരീരം നല്ല ടയർഡാണ്, നല്ല മണ്ണെണ്ണയോ മറ്റോ വീണ്ടും നല്ല പൊള്ളലുണ്ട്, ഒരു സ്മെല്ലുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിനെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനുള്ള അവസരമില്ല. എനിക്ക് ഒട്ടനവധി കോളുകൾ വെയിറ്റിംഗിലാണ്. നമുക്ക് ഈ അതിഥിയെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 938797944441.